ഇനി ഇവിടെ നിർത്താനാണോ നിങ്ങളുടെ പ്ലാന്? ഇല്ല അമ്മച്ചി, ഞാൻ ഇവിടെ എന്തായാലും നിൽക്കൂല. ഞാൻ പോവുക. നീ ഇവിടുന്ന് പോയാൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടിലാവുന്നത് ഞാനാണ് രാജി. പക്ഷേ നിന്റെ ആത്മാഭിമാനം പണയം വെച്ച് നീ ഇനി ഇവിടെ നിൽക്കേണ്ട. നീ എവിടെയായിരുന്നാലും നീ ജോലിയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ച് ആരെയും അടിമപ്പണിയല്ല നീ ചെയ്യുന്നത്. രാജി നിൽക്കേ. ഇതാ നീ ചോദിച്ച അഡ്വാൻസ്. എവിടെയായിരുന്നാലും നീ ധൈര്യമായിട്ടിരിക്കും. ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ആ പാവത്തിന് ഇവിടുന്ന് പറഞ്ഞു വിട്ടപ്പോൾ അമ്മയ്ക്ക് സമാധാനമായല്ലോ അല്ലേ? ഇനി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇനി ഇവിടെ ആരെയും വീട്ടു ജോലിക്കൊന്നും പറഞ്ഞ് ഞാൻ വിളിക്കത്തില്ല. അതാ നല്ലത്. അതാ നല്ലത്. ഇവിടെ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലികളേ ഉള്ളൂ. ആർക്കും ആരോഗ്യക്കുറവൊന്നുമില്ലല്ലോ. ഇല്ല. നാളെ തൊട്ട് ആര് ഫുഡ് ഉണ്ടാക്കും? അമ്മ ചെയ്യും. ഞാനോ? പിന്നല്ലാതാ. അല്ല, ജോലിക്കാരിയൊക്കെ വരുമ്പോഴാണല്ലോ സാധാരണ കൊച്ചമ്മ എന്ന് പറയുന്ന ഒരു ഫീലൊക്കെ വരുന്നത്. ഇതിപ്പോ എന്തായാലും ഗിരിയേട്ടന് ഞാനും കുഞ്ഞും പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലി അമ്മയ്ക്ക് ഇവിടെ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് ചെയ്യാന്നുള്ള പണികളേ ഉള്ളൂ. ആർക്കും അത്ര വലിയ ആരോഗ്യക്കുറവൊന്നും ഞാൻ കാണാറില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്, ശരീരമൊക്കെ അങ്ങ് വല്ലാണ്ട് വരികയാണ്. സ്വാഭാവികം. പണി ഇപ്പൊ പറഞ്ഞല്ലോ, അതിൻ്റെതായിരിക്കും. അതെ, അതുകൊണ്ടായിരിക്കും. മോളെ, നീ സഹായിക്കത്തില്ലേ?